ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നവനീത് കൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നവനീത് കൃഷ്ണ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ യാത്രാ വീഡിയോ ആയിട്ടാണ് നമ്മുടെ അടൂരിൽ നിന്നും കൊല്ലംകോട്ടേക്കുള്ള ട്രെയിൻ യാത്രയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ബാബുങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളും മറ്റുമായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടിയുടെ ഒരു അമൃത എക്സ്പ്രസ് എന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പോലെ കൊല്ലത്തുനിന്നോ കായംകുളത്തുനിന്നോ അല്ല ട്രെയിൻ കയറുന്നത്, തിരുവനന്തപുരത്തു നിന്നാണ്. കാരണം സീറ്റ് കിട്ടാൻ അമൃത എക്സ്പ്രസ് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയായതുകൊണ്ട് സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് കയറുന്നത്. അടൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ബസ് യാത്രയും. ഇപ്പം ഞാൻ അടൂർ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ലിബിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവനാണെങ്കിൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ല. അപ്പം അവനെ നോക്കിയിരിക്കുകയാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവനാണ് നമ്മുടെ കൂടെ വരുന്നത്. നോക്കടാ, എന്തുവാ നോക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവൻ്റെ ലിവിൻ എന്നാണ്. നമ്മുടെ കൂടെ നേരത്തെ വന്നതാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ കൂടാണ് നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്നത്. പുള്ളിക്കാരൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട അരമണിക്കൂറാണ് നഷ്ടമായത്. ഓക്കെ, എങ്കിൽ നമുക്ക് നേരെ ബസ് കയറാം. ഞങ്ങളിപ്പം തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്. നമ്മളിപ്പോൾ 7:30 എത്തിയത്. 8:30 നമ്മുടെ അമൃത എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറണം. ഞങ്ങളാണിപ്പോൾ ബിരിയാണി കഴിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ ആദ്യം കയറിയപ്പോൾ ഞങ്ങൾ 158 എന്നാണ് ആദ്യം അവർ കയറിയപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് അവസാനം ബില്ല് വന്നപ്പോൾ 2 ബിരിയാണിക്ക് എത്ര 440. അതൊക്കെ എന്തൊരു പരിപാടിയല്ലേ. ഹാഫ് ഫുൾ. ആദ്യം കയറി ചെന്നപ്പോൾ ബിരിയാണിയും ചോദിച്ചപ്പോൾ അവർ 157 മാത്രമേ. അന്നും ഹാഫ് ഫുള്ളൊന്നും പറഞ്ഞില്ല. എന്തൊക്കെ പരിപാടികളാണ്. നമുക്ക് കുറേ പ്ലാനിങ്ങൾ മിസ്സായി. പത്മനാഭസ്വാമി അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. നാളെ നമ്മളിവിടെ വരുന്നില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നു. അപ്പം വണ്ടിയുടെ MG റേക്ക് ഇപ്പോൾ വരും. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കയറി. ഈ ട്രെയിനിൻ്റെ അകത്ത് സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ എങ്ങനെ സീറ്റ് പിടിച്ച്. അപ്പം സീറ്റ് പിടിച്ചപ്പോൾ അവനും കിട്ടി, എനിക്കും കിട്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടില്ല. 8:35 നമ്മൾ വണ്ടി വിടുന്നത്. അമൃത എക്സ്പ്രസ് ആണെങ്കിൽ രാമേശ്വരത്തെ ലക്ഷ്യമാക്കി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ കുറച്ച് മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം വെളുപ്പിന് 4 മണിയായി. അതുകൊണ്ട് അവിടെ ഒരു WAG 9 വെച്ച് വരുന്ന ഏതൊരു ഗുഡ്സ് ട്രെയിൻ ഒക്കെ വരുന്നുണ്ട്. ഇതാണ്ട് അപ്പം നല്ല തിരക്കാണ് ഈ വണ്ടി നാളിറങ്ങാനൊക്കെ. അതുകൊണ്ട് നല്ല തിരക്ക് പിടിച്ച സമയമാണ് ഈ ഒരു സമയം. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു വെയിറ്റ് റൂമിൽ കയറി ഡ്രസ്സൊക്കെ മാറി നേരെ പാലക്കാട്ടു നിന്ന് തിരുച്ചെന്തൂരോട്ടുള്ള പാസഞ്ചറിന് കയറി പോകാനാണ്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു വെയിറ്റ് റൂം തപ്പി കിടക്കുവാണ്. അപ്പം നമ്മൾ ദേഹമൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. അപ്പം AC കയറാനാണ് പ്ലാന്. അപ്പം നമ്മൾ AC വെയിറ്റ് റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ വെയിറ്റ് റൂമിൽ കയറി കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. കണ്ട അവനും ഉണ്ടാവും. പാലക്കാട് തിരിച്ചെന്തൂർ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളാണെങ്കിൽ പാലക്കാട് തിരിച്ചെന്തൂർ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ മുതലമടയ്ക്ക് വിടുകയാണ്. നമ്മൾ കൊല്ലംകോട് പോകുന്നതെന്ന് വിചാരിച്ചു. പിന്നെ മുതലമട വെട്ട സിനിമയ്ക്ക് എന്തൊക്കെയുള്ള സ്ഥലമായിട്ട് അവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചിട്ടാണ് നമ്മൾ മുതലമടയിൽ പോകുന്നത്. നമ്മളാണെങ്കിൽ മുതലമടയിലേക്ക് പോകുന്ന നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 6:10 പാലക്കാട് തിരിച്ചെന്തൂർ വണ്ടി പുറപ്പെടുന്നത്. അപ്പം നമ്മുടെ വണ്ടി പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു. നമ്മൾ അമൃതയ്ക്ക് വന്നാലും നമുക്ക് നേരിട്ട് ഇവിടോട്ട് വരാമായിരുന്നു. പിന്നെ അമൃതയ്ക്ക് വരാതെ ഇതിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലുള്ള കാഴ്ചകൾ കാണാനാണ്. അമൃതയ്ക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലംകോട് വെളുപ്പിനാണ് എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പകൽ സമയത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പകലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ട്രെയിൻ. ലക്ഷ്യസ്ഥാനമായ മുതലമടയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടി ഒരു 10 മിനിറ്റ് ലേറ്റാണ്.
നമ്മളാണെങ്കിൽ ഇവിടം വരെ വന്ന നമ്മുടെ പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഇപ്പോൾ തിരുച്ചെന്തൂരിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ മുതലമട എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റൂട്ട് പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. ഈ സ്റ്റേഷനൊക്കെ കാണാൻ അടിപൊളിയാണ്. ഞാൻ റൂട്ടിൻ്റെ കാര്യം കുറേ പ്രതീക്ഷിച്ചു, നല്ല ഭംഗിയുള്ള റൂട്ടായിരിക്കും. പക്ഷേ ഭംഗിയില്ലെന്നല്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രയൊരു ഭംഗി വന്നില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ മറ്റേ പുന്നൂർ ചെങ്കോട്ട് റൂട്ട് പോലെയോ ഷൊർണൂർ നിലമ്പൂർ റൂട്ട് പോലെയോ എല്ലാം ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളാണെങ്കിൽ ഇപ്പം കൊല്ലങ്കോട്ടോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് പോകണം. അപ്പം അതിനായിട്ട് ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററാണ് ട്രെയിനിന് കൊല്ലങ്കോട്ടുനിന്ന് മുതലമടയ്ക്ക്. ബസ്സിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഏതെങ്കിലും ബസ്സിന് കയറി അവിടെ എത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഏതാടെ സ്ഥലം ഏതാ നെയ്മേനി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വണ്ടി കയറാൻ നിൽക്കുവാണ്. അപ്പോൾ അവിടത്തോട്ട് വണ്ടി 9 മണിക്കാണുള്ളത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നെന്മേനി അവിടുന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഞങ്ങളിപ്പം ഗോപിയങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ വഴിയൊക്കെ സെറ്റ് ചെയ്യാണ് ഇത്രയും സമയമായത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയതിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ അവിടെ കൊടുക്കുക ഏൽപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് ബാബുങ്ങളുടെ വൈഫ്. ബാബുങ്ങൾ അവിടെ ഇല്ല, അദ്ദേഹം വർക്കിന് പോയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു ഗോപി എന്നാണ്. അപ്പം നമ്മളിവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാം. നമ്മൾ 2017 ഒന്ന് വന്നത്. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ തന്നെ കഴിച്ചത്. ഇതാണ് അവിടുത്തെ മൂത്ത കുട്ടി. അപ്പം അവൻ്റെ ചെണ്ടമേളമൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വയലിലോട്ടൊക്കെ ഒന്ന് പോയി. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. നമ്മളാണിപ്പോൾ ഗോപികളുടെ വീട്ടിൽ വന്നതാണ്. ബാബുങ്ങൾ ഇപ്പം ഇവിടെ വർക്കിന് പോയിക്കോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം വന്ന് നിന്നിട്ട് ഇടയ്ക്ക് ഫോണിൻ്റെ പണി കിട്ടി, ഫോണിൻ്റെ ചാർജ് മുഴുവൻ തീർന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഇടയ്ക്കത്തെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. ഞങ്ങളാണെങ്കിൽ പിന്നെ ആ ഫോണ് കുത്തിയിട്ട സമയത്ത് ഇടയ്ക്ക് വയലിലൊക്കെ പോയി. നമ്മളിത് കഴിഞ്ഞ് നേരെ പളനിക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ സമയം കിട്ടുമെങ്കിൽ നമ്മൾ പളനിക്ക് പോകും. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് ഗോപി അങ്കിൾ. അപ്പം അങ്കിളുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ വന്നതാണ്. രാവിലെ 11 മണി 11:30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇത്ര നേരം സമയം ചിലവഴിച്ചത്. അപ്പം നമ്മളാണെങ്കിൽ ഇനി നേരെ പളനിക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഒരു ഭാഗ്യപരീക്ഷണമാണ് പളനിക്ക് പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമുക്ക് എന്തായാലും പളനി പോകുന്ന നോക്കാം. അപ്പം നിങ്ങളെ ശരി, ഓക്കെ. ശരി. ആണെങ്കിൽ ഇപ്പം പള്ളിയിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ കുറേ ബസ്സൊക്കെ ഇറങ്ങി കയറിയാണ് പോകുന്നത്. ആദ്യം നമ്മൾ കൊല്ലങ്കോട്ടോട്ടാണ് പോകുന്നത്. കൊല്ലങ്കോട്ടോട്ട് പിന്നെ പൊള്ളാച്ചിയിൽ നേരെ പള്ളി, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ചിലപ്പോൾ നമുക്ക് തൊഴാനൊന്നും അധികം സമയം കിട്ടിയത് വരില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് പോവുക, അത്ര മാത്രം. ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അല്ലാണ്ടിപ്പം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഉറങ്ങി. അപ്പം നമുക്കിനി ഇവിടുന്ന് നമ്മുടെ പളനിക്കുള്ള വണ്ടി നോക്കണം. ഒന്നെങ്കിൽ നമ്മൾ ട്രെയിനിന് പോകും, അല്ലെങ്കിൽ ബസ്സിന് പോകും. ട്രെയിനാണെങ്കിൽ 3:30 കയറി 4:45 ബസ്സാണെങ്കിൽ നമുക്ക് ടൈം ചോദിക്കണം. ബസ് നേരത്തെ ചെല്ലുമെങ്കിൽ നമ്മൾ ബസ്സിന് പോകും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പളനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പളനി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പേർക്ക് 100 രൂപയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പളനി അമ്പലം വരെ.
ഞങ്ങളിപ്പോൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ അമൃത എക്സ്പ്രസ് വരാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ കയറാൻ ഒട്ടും സമയം കിട്ടത്തില്ലായിരുന്നു. നമ്മൾ പെട്ടെന്നാണെങ്കിൽ ഒരു തീരുമാനമാണ് അമ്പലത്തിൽ കയറണം എന്നുള്ളത്. അതെന്തായാലും നന്നായി. എന്നാലും ഇപ്പോൾ വണ്ടി വരാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പം നമ്മൾ വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വണ്ടി വരട്ടെ, കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ കൊല്ലം വരെയാണ് സീറ്റുള്ളത്. അപ്പോൾ നമ്മൾ പളനിയിൽ നിന്ന് കൊല്ലംകോട് ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്ത് കൊല്ലംകോട് നേരെ സ്ലീപ്പറിൽ കയറി വരുന്നു. എൻ്റെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര വെപ്രാളപ്പെട്ട് ഓടി കാഴ്ചയാണ് ഈ വണ്ടിക്കകത്ത് കയറിയത്. എ സിക്കകത്ത് കയറിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാഴ്ചകളൊന്നും പറ്റില്ല. വന്നപ്പോൾ തന്നെ സീറ്റ് ചെയ്ത് നമ്മുടെ സീറ്റ് ചെക്ക് ചെയ്ത് നമ്മൾ കയറി ബാഗൊക്കെ കയറ്റി വെച്ച് നമ്മൾ ഇനി ഏതെങ്കിലും സ്ഥലത്ത് കിടന്ന് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം മേടിക്കാം. മിക്കവാറും നമ്മൾ വല്ല ഊണോ ബിരിയാണി എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ച് മേടിക്കണം. അപ്പം ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇപ്പം ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്, ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുന്നതൊന്നുമല്ല. അപ്പം നമുക്ക് ഇറങ്ങി എന്തെങ്കിലും ഫുഡ് കിട്ടുവാണെങ്കിൽ ഫുഡ് മേടിച്ച് കഴിച്ച് നേരെ കിടന്നുറങ്ങി നാളെ രാവിലെ ആവും. ഇപ്പോൾ 2 കുപ്പി വെള്ളവും മേടിച്ചു, പിന്നെ ബിരിയാണിയും മേടിച്ചു. ദാണ്ട് ലിവിമച്ചൻ്റെ കാണിച്ചാ കണ്ടേ, ഇത് നമ്മൾ ബിരിയാണി മേടിച്ചു. ഇപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് സെറ്റായി. S8 കയറേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ S8 കയറാം. ഇവിടെ അധികം നിൽക്കുന്നില്ല, നേരെ കയറുക, കഴിക്കുക. നമ്മളങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ ട്രെയിനിൽ നിന്ന് സ്റ്റേഷനിലോട്ട് ഇറങ്ങാം. നമ്മൾ കൊല്ലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ കുറച്ച് ലേറ്റാണ്, അതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മളിവിടെ വരെ കൊണ്ടുവിട്ട രാമേശ്വരം തിരുവനന്തപുരം വണ്ടി തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കി പോവുകയാണ്. ലിവിനും ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. എടാ, ഇന്നത്തെ ആ അമൃത എക്സ്പ്രസ്സിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സമയത്ത് വന്നു. അങ്ങനെ ഒരു പോരാമില്ല, എല്ലാ സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ പക്കയാണ്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനിലാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കായംകുളത്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. നമ്മൾ കൊല്ലത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് ഒരു കണക്ഷൻ വണ്ടി ഉണ്ടായിരുന്നു ആവണീശ്വരത്തോട്ട്. എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ആവണീശ്വരം. അപ്പോൾ അവിടത്തേക്ക് ഒരു കണക്ഷൻ വണ്ടി ഉണ്ടായിരുന്നു. ഈ അമൃത കൃത്യസമയത്ത് വന്നായിരുന്നെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ആ വണ്ടി പുറപ്പെടുമായിരുന്നു. പക്ഷേ അമൃത കൃത്യസമയത്ത് വന്നില്ല, അമൃത ലേറ്റായി. അങ്ങനെ ഞാൻ റെയിൽ മദതി പരാതി കൊടുത്തു. എന്നിട്ട് ആ പരാതി കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ TTR വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല, മാന്യമായ രീതിയിൽ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കണക്ഷൻ വണ്ടി പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പറഞ്ഞെങ്കിൽ എന്തോ 6 മണിയുടെ ആ പാസഞ്ചറിനാണ് കയറി പോകുന്നത്. അപ്പം 6 മണിയുടെ പാസഞ്ചറിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സമയം 4:30. സമയം ഇപ്പോൾ 4:30. അപ്പം നമ്മുടെ വണ്ടി 6:10. അപ്പം നമ്മൾ 6:10 ആ വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കൊല്ലം പുല്ലൂർ മെമു എക്സ്പ്രസ് ആണ് 1A പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്ന ലിവിമച്ച ഇപ്പം നല്ല ഉറക്കമാണ്. അപ്പോൾ പുള്ളിക്കാരനെ വിളിക്കണം, എന്നിട്ട് നമുക്ക് നേരെ ട്രെയിനിൽ കയറാം. നമ്മളാണ് ഈ കൊല്ലം പുല്ലൂർ പാസഞ്ചറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം പുല്ലൂർ പാസഞ്ചർ 6:10 വീടും. 6:10 വിട്ട് കഴിഞ്ഞാൽ ഒരു 7:15, 7:00 നമ്മൾ ആവണീശ്വരത്ത് എത്തും. ഇതിന് ലേറ്റ് ആവത്തില്ലായിരിക്കും, കാരണം വലിയ ട്രാഫിക്കുള്ള റൂട്ടൊന്നും അല്ലല്ലോ. അപ്പം നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. ഇനിയിപ്പം ഞാൻ കൂടുതൽ കാഴ്ചകൾ കാണിച്ചിട്ട് വേർപ്പിക്കുന്നില്ല, കാരണം കൊല്ലം പുല്ലൂർ സെക്ഷൻ നമ്മൾ പല വീഡിയോസായിട്ട് ചാനൽ ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ട് മടുത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ കാണിച്ച് വേർപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ കൂടെ വന്ന ലിവിമച്ചൻ നല്ലൊരിപ്പം ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരനെ കാണിച്ചത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാനുള്ള പ്രതീക്ഷയിൽ എവർക്കും വേണ്ടി നന്ദി, നമസ്കാരം. എന്ത് വേണം ഞാൻ പറയുന്നത്? വേണ്ടെന്നാ ശരിയാന്നാ പോട്ടെ.